കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ മാറി തേവയ്ക്കൽ എന്ന സ്ഥലത്താണ്. വളരെ മനോഹരമായ ഒരു വില്ലാ പ്രൊജക്റ്റിലുള്ള ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വീടിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്നത് പോലെ വലിയപറമ്പ് പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വലതുവശത്തായി കാണുന്ന ഈ വീടാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഒരു ട്രഡീഷണൽ സ്റ്റൈൽ എലിവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബുകളും LED ലൈറ്റുകളും കൊണ്ട് ഈ വീടിൻ്റെ എലിവേഷൻ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. റോഡിലേക്ക് വന്നാൽ വലിയ വിഡ്ത്തുള്ള 5 മീറ്റർ വിഡ്ത്തുള്ള വലിയ ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയ റോഡാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഈ മതിലിലേക്ക് വന്നാൽ ഇതാണ് മതിലിൽ വൈറ്റ് കളർ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലായി നമുക്ക് സ്ക്വയർ ട്യൂബിലുള്ള ഒരു ഡിസൈൻ വർക്ക് കാണാം. താഴെയായിട്ട് കുറച്ച് ടെക്സ്ചർ വർക്കുകളും മതിലിൽ നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയിൽ തന്നെയാണ്, വീടിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് മതിലിൻ്റെ ഡിസൈനും ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതാണ് ഗേറ്റ്. ഒരു സ്ലൈഡിങ് ഗേറ്റാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അതും സ്ക്വയർ ട്യൂബിലും GI ഷീറ്റിലും നൽകിയിരിക്കുന്നു. ഒരു ലേസർ കട്ട് ചെയ്തൊരു ഡിസൈൻ വർക്കും നമുക്ക് ഇവിടെ കാണാനാവുന്നതാണ്. നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ചെറിയ രീതിയിൽ തുറക്കാവുന്ന രീതിയിലുള്ള ഒരു 4 അടി വീതിയുള്ള ഒരു ഗേറ്റ് ഇവിടെയും നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ കാർ പോർച്ചിലാണ്. വലിയ വിശാലമായ ഒരു കാർ പോർച്ചാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു. അതിനുള്ളിലായി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. എൻ്റെ 2 വശങ്ങളിലായി നമുക്ക് 2 പില്ലറുകൾ കാണാം. ആ പില്ലറുകളിലും ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ പുറകിലായി ഈ ഭാഗത്ത് ഒരു 3 പാളി ജനലും നൽകിയിരിക്കുന്നു. നമുക്ക് ഇവിടെ വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയുള്ള ഒരു 2000 ലിറ്റർ കൊള്ളുന്ന ടാങ്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ചെറിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 2 വാഹനങ്ങൾ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ഈ ഭാഗത്തും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വശത്തായി ഒരു ടാപ്പ് കണക്ഷൻ പോയിൻ്റ് നൽകിയിരിക്കുന്നു. ഇവിടെയും ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നത്. മുകളിൽ GI ഷീറ്റും സ്ക്വയർ ട്യൂബും കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ഇവിടെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ കണക്ഷൻ പോയിൻ്റ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ടാപ്പ് ഇലക്ട്രിക് കണക്ഷൻ പോയിൻ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇങ്ങോട്ട് വന്നാൽ ഇതിവിടെ ഒരു വർക്ക് ഏരിയയാണ്. ആ വർക്ക് ഏരിയ നമുക്ക് അകത്തോടെ വന്നിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളാണ്. ഇനി നമുക്ക് പോകേണ്ടത് വീടിൻ്റെ അകത്തേക്കാണ്. വീടിന് അകത്തേക്ക് വരുമ്പോൾ വീടിൻ്റെ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. 2 സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നു. എല്ലാം ഗ്രാനൈറ്റിൽ നൽകിയിരിക്കുകയാണ്. അത്യാവശ്യം നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെയും ആ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കാണാം. ഇതാണ് മെയിൻ ഡോർ. 2 പാളികളായി തുറക്കാവുന്ന രീതിയിലുള്ള ഒരു മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. ഒരു ഡിസൈൻ വർക്കും ഗ്ലാസ്സിൽ നമുക്ക് കാണാനാവുന്നുണ്ട്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വലിയ ടൈലുകൾ, നല്ല ഭംഗിയുള്ള ടൈലുകൾ, 4x2 ടൈലുകൾ അവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് പോലെ ഒരു ഭാഗം ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. 4x2 ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നത്. മുകളിലേക്ക് പ്രകാശത്തിന് വേണ്ടി മുകളിൽ ഒരു പർഗോള നൽകിയിട്ടുണ്ട്. വീടിൻ്റെ സ്വീകരണ മുറി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അവിടെ നമുക്കൊരു പാർട്ടീഷൻ വാൾ കാണാം. അത് നൽകിയിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. കുറച്ച് ഡിസൈൻ വർക്കുകളും LED ലൈറ്റുകളും അവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വന്നാൽ TV യൂണിറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം സ്റ്റൈലിൽ തന്നെയുള്ള ഒരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ വാൾ പെയിൻറ്റിങ്ങുകളാണ് ഈ ഭിത്തിയിൽ നൽകിയിരിക്കുന്നത്. അത് നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഓരോ പാളികളുള്ള 2 ജനലുകൾ ഓരോ വശത്തും കാണാം. ഇത്
കാർ പോർച്ചിൽ നിന്ന് നമ്മൾ കണ്ട ആ ജനലാണ് 3 പാളിയുള്ള ഒരു ജനൽ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളും നല്ല ആകർഷകമായ രീതിയിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. വാം LED ലൈറ്റുകളാണ് ഫുള്ള് നൽകിയിരിക്കുന്നത്. കുറച്ചുകൂടാതെ മിൽക്കി വൈറ്റ് LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ നേരെ കയറി വരുമ്പോൾ തന്നെയാണ് ഡൈനിങ് സ്പേസ് ഈ ഭാഗത്തേക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നല്ല വിശാലമായ രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഒരു ടാപ്പ്, ഒരു ടവൽ റോഡ്. ഈ ഭാഗത്ത് ഈ ഭിത്തിയിൽ നമുക്ക് ഒരു ടെക്സ്ചർ വർക്കാണ് ഈ സ്റ്റെയറിനടിയിലായി നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ഈ പർഗോള നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അത്യാവശ്യം LED ലൈറ്റുകൾ നല്ല ഭംഗിക്ക് വേണ്ടി അവിടെയും കൊടുത്തിരിക്കുന്നു. നമുക്ക് മുകളിൽ ഫോൾ സീലിങ്ങിലേക്ക് വരുമ്പോൾ നേരത്തെ കണ്ട ഫോൾ സീലിംഗ് പോലെ തന്നെയാണ്. വാം LED ലൈറ്റുകളാണ് ഇവിടെ ഫുള്ള് നൽകിയിരിക്കുന്നത്. അതും അവിടുന്ന് എൻട്രൻസിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ആ ഫോൾ സീലിംഗ് വർക്ക് ഇങ്ങോട്ട് വരികയാണ്. ഒരു ഓപ്പൺ കൺസെപ്റ്റ് ഉള്ള കിച്ചനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ക്രോക്കറി ഷെൽഫ് കാണാം. അത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ ഈ താഴെയും നൽകിയിരിക്കുന്നു. എല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് നിർമ്മാണം. നമുക്കൊരു 2 ഹാങ്ങിങ് ലൈറ്റുകൾ ഇതിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. ഇവിടെയാണ് കിച്ചൻ്റെ ടേബിൾ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. അതിന് മുകളിൽ വൈറ്റ് വാൾ ടൈലുകളും ഉപയോഗിച്ചിരിക്കുന്നു. ഓരോ പാളികളുള്ള 2 ജനലുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നല്ല കുഴിയുള്ള ഒരു വാഷ് ബേസിൻ, മാറ്റ് ഫിനിഷുള്ള വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. 2 ടാപ്പുകളും. ഈ ഭാഗത്തും നമുക്കൊരു ചിമ്മിനി വരുന്നുണ്ട്. ഇലക്ട്രിക് കണക്ഷൻ പോയിന്റുകൾ വരുന്നത് ഈ ഭാഗത്തും ആ ഭാഗത്തുമായിട്ടാണ്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഈ കിച്ചൻ്റെ വിശേഷം. നമുക്ക് ഇനി ഒരു വർക്ക് ഏരിയ കൂടി ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. കിച്ചൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇത് വർക്ക് ഏരിയക്കുള്ള സ്പേസാണ്. ടൈലുകളെല്ലാം മരത്തിൻ്റെ ഫിനിഷുള്ള ടൈലുകൾ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ഈ ഭാഗത്തായിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഇലക്ട്രിക് കണക്ഷൻ പോയിൻറ്റുകളും കൊടുത്തിരിക്കുന്നു. ഇത്രയുമാണ് ഈ കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും വിശേഷം. ഇനി നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ആകെ ഒരു ബെഡ്റൂം ആണ് ഈ വീടിന് താഴത്തെ നിലയിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. നമ്മൾ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ആ ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം സ്കിൻ ഡോറുകളാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഭംഗിയുള്ള ബെഡ്റൂം. ടൈലുകളെല്ലാം സെയിം ക്വാളിറ്റി, സെയിം ഡിസൈനുള്ള ടൈലുകൾ. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഭംഗിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് എല്ലാ ബെഡ്റൂമിലെയും ഫോൾ സീലിംഗ് വർക്കുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ജനലാണ്. ഓരോ പാളികളുള്ള 2 ജനലുകൾ ഇവിടെയും നൽകിയിരിക്കുന്നു. ഇതാണ് വാർഡ്രോബ്. ഇതൊരു പ്രത്യേക ഡിസൈനുള്ള വാർഡ്രോബിൻ്റെ ഡോറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇതിലും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ഇത്രയുമാണ് ഈ വാർഡ്രോബിൻ്റെ വിശേഷം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ്. PVC ഡോറുകൾ കൊടുത്തിരിക്കുന്നു. വാൾ ടൈലുകളെല്ലാം ഗ്ലോസി ഫിനിഷുള്ള വലിയ വാൾ ടൈലുകളാണ്. 2 ഡിസൈനുകൾ ഓൾട്ടർനേറ്റായി നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു സെറയുടെ ഒരു ക്ലോസറ്റ്, അതിന് മുകളിൽ വെന്റിലേറ്റർ, അതിന് മുകളിൽ എക്സോസ്റ്റ് ഫാനിൻ്റെ പോയിന്റ്. ഈ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഇവിടെ ഒരു സെറയുടെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അപ്പോൾ വരുമ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പില്ലർ മരത്തിലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സ്റ്റീലും ഉപയോഗിച്ചിരിക്കുന്നു. സ്റ്റീലിലാണ് ഹാൻഡ് റെയിലുകൾ, അതായത് സ്ക്വയർ ടൈപ്പിലുള്ള ഹാൻഡ് റെയിലുകളാണ് നൽകിയിരിക്കുന്നത്. താഴെ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. കയറി വരുമ്പോൾ ഫുട് ലാമ്പുകൾ താഴെ കാണാം. ഈ ഭിത്തിയിൽ നമുക്ക് ടെക്സ്ചർ വർക്കുകൾ, ഒരു യെല്ലോ കളർ കൊടുത്തിട്ട് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ പർഗോളകൾ കാണാം. അത് ഗ്ലാസ് ഇട്ട് സേഫ്റ്റി ആക്കിയിട്ട് കയറി വരുമ്പോൾ സ്റ്റെപ്പ് കയറി നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഈ വീടിന് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുകളുമാണുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം, ഈ ഭാഗത്തൊരു ബെഡ്റൂം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്താണ്
അടുത്ത ബെഡ്റൂം. ഈ ബെഡ്റൂം അല്പം ചെറുതാണ്. ബാക്കി 2 ബെഡ്റൂമുകളും അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. ഓരോ പാളികളുള്ള 2 ജനലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലും. ടൈലുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടൈലുകൾ തന്നെയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് സിമ്പിൾ വർക്കായിട്ട് അതും കൊടുത്തിരിക്കുന്നു. ഇത് ഇവിടെ ആയിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ഫൈബർ PVC ഡോറുകൾ. നേരത്തെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഡിസൈൻ വർക്ക് കാണാം. ടൈലുകളെല്ലാം സെയിം തന്നെയാണ്. അത് നല്ല ഗ്ലോസി ഫിനിഷുള്ള ടൈലുകൾ. സെറയുടെ ഒരു വാഷ് ബേസിൻ. ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഷവർ വരുന്നുണ്ട്. ഇവിടെ ഒരു സോപ്പ് ഡിഷ് വരുന്നുണ്ട്. ഇവിടെ ക്ലോസറ്റ്. ഇവിടെ വെന്റിലേറ്റർ വരുന്നു. ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു ടവൽ ഡ്രോവറും എക്സോസ്റ്റ് ഫാൻ്റെ പോയിൻറ്റും എല്ലാം കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് നോക്കാം. കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം. മുകളിലത്തെ നിലയിൽ ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം. ഇവിടെ ഒരു 3 പാളി ജനൽ ഫ്രണ്ട് എലിവേഷൻ ഭാഗമായി വരുന്ന ഇവിടെ ഓരോ പാളികളുള്ള 2 ജനലുകളും കൊടുത്തിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ അനുയോജ്യമായ രീതിയിൽ അതും നൽകിയിട്ടുണ്ട്. വാർഡ്രോബിലേക്ക് വന്നാൽ ഇവിടെ വാർഡ്രോബുകൾ 3 പാളികളുള്ള വലിയ ഒരുപാട് സ്പേസുള്ള വാർഡ്രോബുകൾ മൾട്ടിവുഡിൽ നിർമ്മിച്ചത് തന്നെയാണ്. അതിവിടെയും നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ഇത് ബാത്റൂമിൻ്റെ ഡോർ ഇതാണ്. അവിടെ വേറൊരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ക്വാളിറ്റി എല്ലാം സെയിം തന്നെ. വാൾ ടൈലുകൾ സെയിം തന്നെയാണ്. ഇവിടെ ഡിസൈൻ വർക്ക് ഈ ഭാഗത്തേക്ക് മാറി എന്ന് മാത്രം. ക്ലോസറ്റ് ഈ ഭാഗത്ത് വരുന്നു. ഇവിടെ സെൻറ്ററിൽ ഷവർ, ഇവിടെ വാഷ് ബേസിൻ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഈ ബാത്റൂമിനും കൊടുത്തിരിക്കുന്നത്. ഇനി അവസാനത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിന് ഓപ്പോസിറ്റായിട്ടാണ്. അതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ ഇവിടെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ ഓരോ പാളികളുള്ള 2 ജനലുകൾ. എല്ലാ ഭിത്തിയിലും ഓരോ ബെഡ്റൂമിൻ്റെ ഭിത്തികളിലെ പെയിൻറ്റിങ്, ഒരു ഭിത്തിയിലെ പെയിൻറ്റിങ് മാത്രം ചെറിയ വ്യത്യാസം നൽകിയിട്ടുണ്ട്. ഇതാണ് വാർഡ്രോബ്. 2 ഡിഫറെൻറ്റ് കളറുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു മിറർ കൊടുത്തിരിക്കുന്നു. അതൊരു കമ്പ്യൂട്ടർ ടേബിളും കാണാം. ഫോൾ സീലിംഗ് വർക്കുകൾ അവിടെയും നൽകിയിട്ടുണ്ട്. അത് സ്ക്വയർ ടൈപ്പ് ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ്. ഇനി ബാത്റൂമിലേക്ക് വരുമ്പോൾ ഇതും ബാത്റൂം ഡോർ ഇതാണ്. സെയിം ബാത്റൂം തന്നെ. അത്യാവശ്യം വലിപ്പമുണ്ട് ബാത്റൂമിന്. ഇവിടെയാണ് സെൻറ്ററിലാണ് വേറൊരു ഡിസൈൻ വർക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. ഇവിടെ ഒരു സോപ്പ് ഡിഷ് വരുന്നുണ്ട്. ഇവിടെ ക്ലോസറ്റ്, ഇതിന് മുകളിലായി വെന്റിലേറ്റർ, അതിന് മുകളിലായി എക്സോസ്റ്റ് ഫാൻ. ഇത്രയുമാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കൊന്ന് പോകാം. ഇതാണ് ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ഡോർ. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറും നൽകിയിരിക്കുന്നത്. ടൈലുകൾ നേരത്തെ ഉള്ളിൽ കണ്ട അതേ ടൈലുകൾ തന്നെ കൊടുത്തിരിക്കുന്നു. താഴെ നിന്ന് വരുന്ന ഒരു പില്ലർ ഈ ഭാഗത്തും വരുന്നുണ്ട്. മുകളിൽ പർഗോളകൾ കൊടുത്തിട്ട് അത് LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 20ഓളം വീടുകൾ ഈ ഏരിയയിൽ ഈ വില്ല പ്രൊജക്റ്റിൽ ലഭ്യമാണ്. ഇതിൽ ആകെ ഒരു വീട് മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അത് ഈ വീടാണ്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളുള്ള വളരെ മനോഹരമായ ഒരു വീടാണ് ഇത്. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ചോയ്സാണ് ഇത്. ഈ വീട്ടിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 3.5 കിലോമീറ്ററൊക്കെ ആയിരിക്കും ദൂരം. മെയിൻ റോഡിലേക്ക് പുക്കാട്ടുപടി കാക്കനാട് മെയിൻ ബസ് റൂട്ടിലേക്ക് ഒരു 500 മീറ്റർ ദൂരം വരും. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് നമ്മളുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് 73 ലക്ഷം രൂപയാണ്. പക്ഷേ അത് നെഗോഷ്യബിളാണ്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.